ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ചിക്കാഗോയിലെ അർബാനയിലാണ് കേട്ടുള്ളത്. അർബാന എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന്റെ ആ ഒരു ഏരിയക്ക് അർബാന എന്നാണ് പറയുന്നത്. അപ്പോ ഷാമ്പെയിൻ അർബാന. സോ ഞാനപ്പോ ഇന്ന് രാവിലെ മുതൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു. ഇപ്പൊ സമയം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നമ്മളെ ജൂഡിന്റെ സൈക്കിൾ ഉണ്ട് കേട്ടോ. ഹായ് ജൂഡ്, ഹൗ ആർ യു? വാട്സ്ആപ്പ് ബാഡി. ജൂഡ് അങ്ങനെ ആരെങ്കിലും വാട്സ്ആപ്പ് ബാഡി അല്ലേ? അടിപൊളി. അപ്പൊ കൊച്ചിനെ കൊണ്ട് ഇന്ന് സൈക്ലിങ്ങിന് പോവാണ്. ഇവിടെ കിക്കപ്പു ഒരു ട്രയൽ ഉണ്ട്, സ്റ്റേറ്റ് പാർക്കാണ്. അവിടെ സൈക്കിളുകളുടെ സ്ഥലമുണ്ട്. സൈക്ലിംഗ്. അതെ, കുറെ ദിവസമായി ഞാനിപ്പോ സൈക്കിൾ ചെയ്തിട്ട്. ലാസ്റ്റ് ബെൽജിയത്തിലുള്ളപ്പോ അവരുടെ വീട്ടിൽ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് പിന്നെ ഇലക്ട്രിക് ആയിരുന്നു. അപ്പൊ ഈസി ആയിരുന്നു കുറെ കിലോമീറ്റർ പോവാൻ. ഇത് ഇലക്ട്രിക് അല്ലല്ലോ. സോ നല്ല നമ്മൾ തന്നെ ചവിട്ടണം. പക്ഷെ നല്ലതാണ്, ഗുഡ് ഫോർ ഹെൽത്ത്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഒരു ലേസി ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര ലേസി ഡേ ആയിരുന്നു, എക്സ്ട്രീം ലേസി ഡേ ആയിരുന്നു. ഇവരെടുത്ത് പറയാം ഞാൻ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ടോ, ഞാൻ ഭയങ്കര ലേസി ആണല്ലോ എന്ന്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡാണ് കേട്ടോ. പൊട്ടറ്റോ എന്തോ ഒരു ഗ്രേവി, ആ ഒരു ഇത് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ സ്പിനാച്ചും കോളിഫ്ലവറും പൊട്ടറ്റോയും ചിക്കനൊക്കെ ഇട്ടിട്ടൊരു സംഭവം. അപ്പോൾ ഇത് നമ്മളെ അടുത്ത വീട്ടിലുള്ള ഒരു മുത്തശ്ശി ഉണ്ട്, ആള് കൊടന്ന് തന്നതാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ജൂഡും എല്ലാം ഫുഡ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും, അവരിങ്ങോട്ട് തരും. നമ്മുടെ നാട്ടിലെ സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, കുറച്ച് ഔട്ടറാണ്. ഇപ്പോൾ ന്യൂയോർക്കിലെ സിറ്റിയിലെ ആൾക്കാരെ പോലെ അല്ല, ഇവിടുത്തെ ഈ സിറ്റിയിലെ ആൾക്കാരൊക്കെ നൈസാണ് കേട്ടോ. ഇങ്ങനെ ഫുഡൊക്കെ തരും. ഞാൻ തന്നെ വണ്ടറായിട്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ തന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് എന്തോ ഡെസേർട്ടൊക്കെ, ഇതെല്ലാം അവർ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതെ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇതവർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇങ്ങനത്തെ സംഭവം ഇവിടെ അമേരിക്കയിലും ഉണ്ടല്ലോ. നമ്മളെ ലൊക്കേഷനിൽ റീച്ച് ആയിട്ടുണ്ട്. നമ്മളെ അജ്മൽ ബ്രോ പറയുന്നത് തുമ്പപ്പൂവാണെന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തുമ്പപ്പൂ? ഇത് തുമ്പപ്പൂവൊന്നുമല്ല, അല്ല. ഇത് തുമ്പപ്പൂ പോലത്തെ വേറെ ഏതാ പൂ? ഇവിടെ കുറെ പൂക്കളുണ്ട്. തുമ്പപ്പൂവാണ് പോയി. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ ഫിഷിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഫിഷ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തന്നെ നമ്മുടെ റോഡ് ഉണ്ടെങ്കിൽ, ഫിഷിംഗ് റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഫിഷ് ചെയ്യാം കേട്ടോ. അതിൽ മീനൊക്കെ എന്തോ ഇതാവുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഓ, മീൻ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. കിട്ടിയില്ലേ? കിട്ടിയ പോലെ എനിക്ക് തോന്നി. കൊള്ളാം കേട്ടോ. ഈ സ്പോട്ട് കൊള്ളാം, നൈസാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ ഇതുപോലെ സൈക്കിൾ ചെയ്യാനും ഓടാനും നടക്കാനും അങ്ങനെ എല്ലാത്തിനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇത് കുറേ കിലോമീറ്റർ കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ കൺട്രി സൈഡിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ സിറ്റിയിലാണെങ്കിൽ ഭയങ്കര ക്രൗഡായിട്ടാണ്. പക്ഷെ ഇവിടെ നോക്കി ഭയങ്കര പീസ്ഫുൾ, കിളികളുടെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. ഇവിടെ നോക്ക്, ആരോ ചൂണ്ട ഇട്ടിട്ട് പോയി. അപ്പോൾ എപ്പോഴോ വന്ന് കൊത്തി. അങ്ങനെ കൊത്തി കിടക്കുന്നുണ്ടോ? 3 എണ്ണം കിടക്കുന്നുണ്ട്. നോക്കി, 2 എണ്ണം പൊങ്ങി കിടക്കണു, ഒരെണ്ണം താഴെ കിടക്കുന്നുണ്ടോ. അങ്ങനെ പിടിച്ച് അവർക്ക് കിട്ടിയോ. കൊള്ളാം പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിംഗ് എല്ലാം. ഫിഷ് കിട്ടുവാണെങ്കിൽ സെറ്റാണ്. വെറുതെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഫിഷ് തന്നെ ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇതാണെങ്കിൽ അത്യാവശ്യം സൈസുള്ള ഫിഷാണ്. നോക്കി, കൊള്ളാം. ഇത് കഴിക്കാൻ പറ്റുന്ന ഫിഷായിരിക്കും, അല്ലാതെ അവർ കഷ്ടപ്പെട്ട് മീൻ പിടിക്കൂലല്ലോ. കൊള്ളാം. അങ്ങറ്റം വരെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും. ഇവിടെ അത് ലൈവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫിഷ് ചെയ്തിട്ട് സെറ്റ്. കൊള്ളാട്ടാ. കൊള്ളാം. അവർക്ക് 4 മീനായി. ഈ നേരത്തെ അവിടെ കണ്ട മീനെല്ലാം അവരുടെ തന്നെയാ. വായനങ്ങോട്ട് ഊരാൻ കിട്ടില്ല, അത്രയും ലോക്കാ. ശരിയാ, സ്ലിപ്പറിയാ ചാടിപ്പോവും. പക്ഷെ അവരമർത്തി പിടിക്കും. ഇത് ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയതല്ലേ എന്നുള്ള എൻ്റെ സംശയം. എന്താ അറിയില്ല, നമുക്കറിയില്ല. ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ നടക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുവോ. നമ്മളെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങളൊരു വഴി കാണുന്നുണ്ട്. പോയി നോക്കാം. ചിലപ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറേ ദൂരം ഉണ്ടാവും. കാലിൽ ഒരു വേദന സൈക്കിൾ ചെയ്തുകൊണ്ട്. തീർന്നു തോന്നില്ല അല്ലേ?
തീർന്നിട്ടില്ല കേട്ടോ. ഓ ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റും. ഇപ്പം തീർന്ന്. ഓരോ സ്പോട്ടിലൊന്ന് ഫിഷ് ചെയ്യാനുള്ള വഴിയാണ് കണ്ടോ. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റും. കുറേ ഫിഷ് ഉണ്ട് ഇവിടെ. ലിമിറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഫിഷിനും എപ്പോഴും പിടിക്കാൻ പറ്റില്ല. ഇവിടെ ക്യാറ്റ് ഫിഷ് ആണെങ്കിൽ 6 എണ്ണം, വേറെ ഏതൊരു ടൈപ്പ് ഫിഷ് ആണെങ്കിൽ 3 എണ്ണം, അത്ര എടുക്കാൻ പറ്റും. അതായത് ഒരു ദിവസം അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഇവർക്ക് ഓൾറെഡി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കി ഇവിടെ മീൻ വളർത്തി അവർക്ക് തന്നെ വന്നിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഇത് കൊള്ളാം. നമ്മുടെ നാട്ടിൽ നാച്ചുറലി ഉണ്ട്. ഇതിവിടെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്ന് അറിയില്ല. നോക്കിയേ ഓടി പോകുന്നുണ്ടോ, അത് മാനുണ്ടോ. അതിനെന്താ വെള്ള കളർ വാലി മാനിന്. ഒരു വെറൈറ്റി മാനാണല്ലോ. കാട്ടിലേക്ക് ഇതേ ഓടിപ്പോയി. വെള്ളമാനാ അല്ലെ, വാലിനും കളർ കണ്ടില്ലേ, വൈറ്റ്. അങ്ങോട്ട് പോയട്ടോ, ആ കാട്ടിലെത്തിയത്. ഇവിടെ മിക്കവാറും വീട്ടിൽ മറ്റേ യുഎസിന്റെ ഫ്ലാഗ് ഉണ്ടോ. If you just talk to me, I'm gonna leave it alone. ഇത് ഇവിടുത്തെ ഒരു ബ്രൂവറി ആണ് കേട്ടോ. അപ്പൊ അത് ജർമ്മൻ സ്റ്റൈലാണ്. ഇവിടെ ഒരുപാട് ജർമ്മൻസ് ഉണ്ടല്ലോ അല്ലേ. അപ്പോ ജർമ്മനിയിൽ ഞാൻ പോയ സമയത്ത് ബിയർ അടിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ അടിക്കുന്നില്ല. കേട്ടോ, റിഗ്സ് ബിയർ കമ്പനി. ഞാനും ചൂടും കൂടെ ഇന്ന് ആമിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ആളുകളാണല്ലേ ഇവിടുത്തെ. സോ അവരുടെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പൊ അങ്ങോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആർത്തർ അല്ലേ, ആർത്തർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കാഗോന്ന്. സോ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നു. അപ്പോൾ ഇന്ന് ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ്. ഇത് നോക്ക്, കുതിരവണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ ഈ ആൾക്കാർ ഇതുപോലത്തെ വണ്ടിയിലാണ് കൂടുതലും ഇവിടെ പോകുന്നത് അല്ലെ. ഈ ആമിഷ് പീപ്പിള് എന്താ പറയാ, ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നത് ഈ ഒരു കുതിരവണ്ടിയാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ആൾക്കാർ അതെ പക്ഷെ ഭയങ്കര ആ ഒരു ട്രഡീഷണൽ രീതിയിൽ പഴയ കാലത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് ആൾക്കാരുടെ എന്താ പറയാ അവരുടെ കൾച്ചർ എല്ലാം കൊണ്ടു നടക്കുന്നത്. ആ വീടുകളിലൊക്കെ മുകളിൽ മറ്റേ ആ ഒരു ഇത് കണ്ടോ, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലത്തെ ആ ഒരു സ്റ്റോറേജ് ആണ്. അത് പല ഷേപ്പിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തോ ഒരു സംഭവമാണെന്ന്. പക്ഷെ അത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് അവരുടെ എല്ലാ സാധനങ്ങളും. കോണിന്റെ ഭയങ്കര വലുതാണ് കേട്ടോ അത്. നമുക്ക് അത്രയും ഇതിലുണ്ട്. നമ്മളിത് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആമിഷ് പീപ്പിൾ എന്ന് പറയുന്ന ആൾക്കാർ ഒറിജിൻ ഫ്രം യൂറോപ്പാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരല്ല, യൂറോപ്പിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് യുഎസിലേക്ക്. യുഎസിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. എന്താ പറയുക, സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു ഏതൊക്കെയോ, അങ്ങനെ ഓഹിയോ അങ്ങനെ കുറച്ച് സ്റ്റേറ്റിലൊക്കെയാണ് അവർ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും അവരുണ്ട്, പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, ഇവിടെ കാനഡയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാനഡയിലേക്കും യുഎസിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് വന്നാണ്. യൂറോപ്പാണ് അവരുടെ ഒറിജിൻ. എന്താ പറയുക, 18th സെഞ്ച്വറിയിലാണ് അവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായത്. പിന്നെ ഇവിടെ തന്നെയാണ് അവർ. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു വൈറ്റ് കളർ, പെൺകുട്ടികളെല്ലാം വൈറ്റ് കളർ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹാറ്റൊക്കെ വെച്ച്, ആണുങ്ങളായാലും പല ഹാറ്റൊക്കെ വെച്ചിട്ടാണ് അവർ എന്താ പറയുക നടക്കുന്നത്. അതും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള, അവരുടെ ഡ്രസ്സിങ് ആയാലും പുറത്തുനിന്ന് മേടിക്കുന്നതല്ല, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. പെൻസിൽവാനിയ, പിന്നെ ഇന്ത്യാന, ഓഹിയോ അങ്ങനെയുള്ള കുറേ സ്റ്റേറ്റിലൊക്കെയാണ്, സ്ഥലങ്ങളിലാണ് ഇവർ എന്താ പറയുക വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെയുള്ള ആളുകളായിട്ട് ജീവിക്കുന്നത്. പക്ഷേ ഇവർ പല ആളുകളും എന്താ പറയുക വളരെ ട്രഡീഷണൽ ആ ഒരു സംഭവം ഇപ്പോഴും ഇന്നത്തെ കാലത്തും കീപ്പ് ചെയ്ത് നടക്കുന്നതാണ്. കുറേ ആൾക്കാരൊക്കെ മാറിയെങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടികളിൽ പോകുന്നതോ ഒന്നും അവർക്കില്ല കേട്ടോ. സോ ഇത് ഇവിടുത്തെ ഒരു പംകിൻ പാച്ചാണ്. നമുക്ക് ഹാലോവീൻ സമയത്തൊക്കെ ഇവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇവിടെ കുറേ കിഡ്സിനെ പറ്റിയ സ്ഥലമാണ്. കിഡ്സ് വന്ന് ഇവിടെ അവർക്ക് ഈ പംകിൻസൊക്കെ പല ഡിഫറെൻറ്റ് കളേഴ്സും പല ഡിഫറെൻറ്റ് സൈസുള്ള പംകിൻസ് ഒക്കെ ഇവർ ഉണ്ടാക്കി വെക്കും. ഓക്കെ, ഇവിടെ ഭയങ്കര വെറൈറ്റി പംകിൻസ് ഉണ്ട്, ഭയങ്കര വലുത്, ഡിഫറെന്റ് ടൈപ്പ് അല്ലെ, പല പല കളറ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ അങ്ങനെ ക്ലോസ്ഡ് ആണല്ലേ. പക്ഷെ ഏത് ഹാലോവിന്റെ ടൈമിലാണ്? ഹാലോവിൻ ടൈമിൽ. ഓക്കെ, ആ ടൈമിലായിരിക്കും ഉണ്ടാവുന്നത്.
അപ്പം അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. കാരണം ദേ ഇവിടെ എൻട്രൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം അങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ. ഇവിടെ കുറേ എന്താ പറയുക, ചെമ്പരി ആടും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതോ നോക്കി നടത്തുന്ന ആൾക്കാര്, ചെറിയ ഫാമൊക്കെ നോക്കുന്ന ആൾക്കാർ, ഫാമൊക്കെ നോക്കി നടത്തുന്നേ. ഇവിടുത്തെ ആട് തന്നെ ചെമ്പരിയാടിനെ പോലെ, ഇത് നോർമൽ ആടാ, പക്ഷെ ചെമ്പരിയാടിനെ പോലെ ഇല്ലേ നോക്ക്, ചെമ്പരിയാടിനെ പോലെ ഇരിക്കുന്നു. അവര് അതാ ഇടിക്കുന്നു. ഭയങ്കര ഫൈറ്റാ. ഭയങ്കര ഫറ് കണ്ടോ അവരുടെ, നമ്മളെ ഡോഗ്സിന്റെ ഒക്കെ ഫറ് പോലെ ഇരിക്കുന്നുണ്ട്. അതിനും അതെ, കഴുതയല്ല ഇത്, കുതിരയാണോ കഴുതയാണോ? ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. ദേ കണ്ടാ, തല മുട്ട് കൂട്ടിയിടിച്ച് ഭയങ്കര ഫൈറ്റാ. നോക്കി കണ്ടാ, ചാടിയൊക്കെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചാടി അടിക്കുന്നില്ല, അപ്പൊ തലയും തമ്മിൽ കൂട്ടിയിടിച്ച് ഇതാക്കിയത് കണ്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി ഇത് കാണാൻ. അത് ഇവിടുത്തെ ഒരു ലോക്കൽ ബേക്കറിയാണ് കേട്ടോ. എല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു മഫിനാണ് മേടിച്ചിട്ടുള്ളത്. അത് ചോക്ലേറ്റ് ചിപ്പ്, ബട്ട് ഇത് പംകിൻ്റെ അല്ലേ, പംകിൻ ചോക്ലേറ്റ് ചിപ്പ് വെച്ചിട്ടുള്ളൊരു മഫിൻ. ഭയങ്കര വലിയ മഫിനാണ്. നോക്കി എൻ്റെ അമ്മോ, ഇത്രയും വലിയ മഫിൻ 2-3 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. പിന്നെ അതെ ഇത് കണ്ടോ, ആപ്രിക്കോട്ടിൻ്റെ ഇതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ സ്വീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഇതിൽ സ്വീറ്റ് ഉണ്ട്. പക്ഷെ സ്വീറ്റ് ഇല്ലാത്തതും ഒരെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട്. എന്താ ഇത് ഷുഗർ ഇല്ലാത്തതാ, അങ്ങനെയല്ല, ഷുഗർ ഇല്ലാത്തതെന്ന് അവിടെ എഴുതിയായിരുന്നു. പക്ഷെ ഇതിൽ ഷുഗർ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ മാറ്റിയെടുത്തോ? നമ്മൾ മാറ്റിയെടുത്തു തോന്നുന്നു. കാരണം ഷുഗർ ഇല്ലാത്ത, ഷുഗർ ഫ്രീ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഷുഗർ ഫ്രീ ആണെന്ന് ഓർത്താ ഇതെടുത്തു. പക്ഷെ ഇത് മാറി എടുത്തേക്കുന്നത്, കാരണം ഇൻഗ്രീഡിയൻസ് ഉണ്ട് എഴുതിയിട്ട്. കണ്ടോ, ഹോം മെയ്ഡാണ്. നമ്മുടെ ബ്ലാക്ക് റാസ്ബെറി ജാമാണ്, നല്ല ജാമായിരിക്കും. പിന്നെതാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹണി വീറ്റിൻ്റെ ഒരു ബ്രെഡ്, വലിയ ബ്രെഡ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തല്ലേ മേടിക്കുന്നത്, ഇവിടെ ഫുള്ളായിട്ട് ഉണ്ടാവുക. ഇത് ഇത്രയും വലിയ മഫിൻ ഞാൻ കഴിച്ചു പോട്ടെ, ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. പംകിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നില്ല കേട്ടോ. മേ ബി കുറച്ചുകൂടെ ഡീപ്പായിട്ട് കഴിച്ചു നോക്കിയാലേ അറിയാതിന്നെ. എന്നതിന്റെ ടേസ്റ്റ് കറക്റ്റ് എന്തിന്റെ? ചോക്ലേറ്റ് ചിപ്പിന്റെ ആണോ? ചോക്ലേറ്റ് ചിപ്പ് മുകളിൽ കിടക്കുന്നതുകൊണ്ട് അതിന്റെ ഫ്ലേവറാണ് കൂടുതൽ വരുന്നത്. അത് മാറി ഒരു സെൻട്രൽ പോർഷൻ എത്തുമ്പോൾ മേ ബി പംകിൻ്റെ ടേസ്റ്റ് വരും. ഇപ്പോൾ പംകിൻ്റെ ടേസ്റ്റ് ഇല്ല. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു ബുച്ചർ ഷോപ്പിലേക്കാണ്. അതായത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കിട്ടും. നമുക്കിവിടെ ഈ ഫ്രഷ് മീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രോസൺ തന്നെയാണ്, എന്നാലും ഉള്ളതിൽ നമുക്ക് കുറച്ച് നല്ല മീറ്റ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, അവിടെ ചെന്ന് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഈ ആമിഷ് ആൾക്കാർ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഇങ്ങനെ അവരിങ്ങനെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മീഡിയയിലൊക്കെ വരാൻ താല്പര്യമില്ലാത്തവരാണ്. സോ നമുക്ക് ജസ്റ്റ് പോയിട്ട് പുള്ളിയോട് സംസാരിക്കാം, പുള്ളിയുടെ വോയിസ് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. നമുക്കെന്നാൽ പിന്നെ നേരെ മീറ്റ് കടയിലേക്ക് പോകാം. ഇവിടെ ആക്ച്വലി ഈ ആമിഷ് പീപ്പിൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താ പറയുക, അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാനും അതൊന്നും അവർക്ക് താല്പര്യമില്ല. പക്ഷെ നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഷോപ്പിൽ ഫ്രഷ് മീറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നേക്കാം. അപ്പോൾ ഇവിടെ ഒരാളെ കണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇതിനെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാനും ജൂഡിനെ മാത്രമാണ് അപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ജൂഡ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് ആൻസർ ആയിട്ട് ആൾ പറഞ്ഞുതരും. Hi. I'm Jude, and I told you, right, she's a visitor from India. So we have a few questions. So how long you guys been doing this business in Arthur? How long? Like the meat, poultry, and everything, right? So is this meat from your farm, or you guys get it from outside? We get it from outside. We don't raise any ourselves. Okay. But we try to source it from people who stay away from the hormones and use as little antibiotics as possible. Okay. Right, and so I've heard that we have a lot of Amish people in Arthur. So can you just tell me how you guys live? And I have heard that you guys don't have electricity. You guys stay away from internet, and you guys live a very minimal life. So that was just from the internet. Okay. So I'm curious to know how exactly you guys live in Arthur. So in our house, we don't have any electricity at our house. Okay. Here,
in the business, we have a gen set to produce electricity to run the coolers and the lights. Oh, okay. And the phone is out here in a little shanty. Oh, okay. So Yeah, right. But that's interesting. So in this new world where we live behind, I can't even imagine a day without being into the internet. Okay. Without the phone, without the electricity. I don't know Yes. how I'm going to survive a very single day, but I'm so glad that you guys still live in that kind of minimal life, and I'm so happy. So how is the education for you guys? I mean, do you guys go to college, or how do you raise your kids? we have our own schools, Okay. and we just go to 8th grade. 8th grade, uh-huh. Yeah. So 1st through 8th grade, and then from our people would be teachers. Okay. Like just from the 8th grade education, just go start teaching school. Oh, wow. എട്ടാം That's ക്ലാസ് cool. Yeah, that's cool. All right. It's good talking to you, sir. And I mean, it's so interesting, and I'm gonna have a look at it around, and I'll definitely be really happy to see you guys around. ട്രാൻസ്പോർട്ടേഷൻ And yeah, she was asking about the transportation too, like the buggy rides. So do you still believe in the buggy ride, or for long transport and long transit, do you guys use cars and trucks and things like that? So for local, we Right. mainly use buggies, Okay. the horse and buggy. But then if we want to go farther, or let's say some of our workers have 10 miles to work, Okay. so they'll have somebody bring them to work every morning, Right. take them home in the evening. But so just Just a small transit, you guys use the buggies, right? yes, Yeah. And yeah, I think it's in summertime when we can go for a ride in the buggy, right? For outside. Okay. Yeah, I wish I could be here in a couple of months to do a ride too. Yeah. And it was good talking to you. Thank you so much for your time. You're welcome. Thank you. Thank you, sir. അവരൊന്ന് കൈ കാണിച്ചു തിരിച്ചു കൈ കാണിച്ചു. ഇതാണ്ടോ കുതിരാല് പോകുന്നത് അതിങ്ങനെ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. സോ നമുക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ആമിഷ് പീപ്പിൾ ഭയങ്കര സെൻസിറ്റീവ് അവര്. നമുക്ക് ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവര് സമ്മതിച്ചില്ല എടുക്കാനായിട്ട്. അത്രയും അവര് എന്താ പറയാ പുറലോകമായിട്ട് അധികം ബന്ധമില്ലാതെ അത്രയും ഇതായി നിൽക്കുന്ന ആൾക്കാരല്ലേ. പക്ഷെ എനിക്ക് ഇപ്പോഴും അത്ഭുതം, ഈ സമയത്ത് എങ്ങനെ ഇവർ ഈ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് എങ്ങനെയാ സർവൈവ് ചെയ്യുന്നത്. അതെ പുള്ളി പറയുന്നത് പുള്ളിയുടെ വീട്ടിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല. അത് ഞാൻ കേട്ടിട്ട് മറ്റേ വണ്ടറായി. ആ കടയിൽ ഇവര് ജനറേറ്റർ വെച്ചിട്ടൊക്കെയാന്ന് പറയുന്നത്. അതെ, കടയിൽ മാത്രം, അല്ലാതെ ഇല്ല. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇവരുടെ ഈ ഫോൺ ചോദിച്ചപ്പോ പുള്ളി പറയുന്നത് പുറത്തുണ്ടെന്ന്. പുള്ളി ഫോൺ എന്താണെന്നറിയില്ല. പിന്നെ ഇവിടെ ഈ ബഗീ റൈഡ് എന്ന് പറഞ്ഞാൽ ഇവര് ചെറിയ ട്രാൻസിറ്റിന് മാത്രമാണ് ബഗീ റൈഡ്. പറയുന്ന ചില കാര്യങ്ങൾ ആൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റേ എഡ്യൂക്കേഷന്റെ കാര്യം 8ാം ക്ലാസ് വരെ പഠിക്കുന്നുള്ളൂ. 8ാം ക്ലാസ് വരെ അവര് പഠിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ സയൻസ് എന്ന് ചോദിച്ച പുള്ളിക്ക് അങ്ങനെ സയൻസ് ഒന്നും ഇല്ല. എന്താ പറയാ, അവര് പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ റീഡിങ്, റൈറ്റിംഗ്, പിന്നെ കുറച്ച് മാത്തമാറ്റിക്സും, പിന്നെ ജർമ്മനും പഠിപ്പിക്കും. ജർമ്മൻ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം അവരുടെ ലാംഗ്വേജ് ജർമ്മൻ അല്ലേ. ജർമ്മന് പഠിപ്പിക്കുന്നത്. പിന്നെ ഈ അവരുടെ ജോലിക്ക് വരുന്ന ആൾക്കാരില്ലേ, ഇവർ ഈ പറഞ്ഞ പോലെ ഈ 10 മൈലൊക്കെ വരുന്നവരെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, അതേപോലെ വിളിച്ചോണ്ടും പോകും. എന്തായാലും സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പിന്നെ അവരുടെ രൂപം എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ആണുങ്ങള് വലിയ താടി വളർത്തി ഇത്രയും താടി ഉണ്ടാവും, പക്ഷെ ഇവർക്ക് മീശ ഉണ്ടാവില്ല. പിന്നെ ഇവര് തൊപ്പി ഇടും. അങ്ങനെയാണ് ഇവരുടെ ഒരു ലുക്ക്. അത് ഈ പെണ്ണുങ്ങളും ഫുൾ ടൈം തൊപ്പി വെച്ച് നടക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ ട്രഡീഷനിൽ അങ്ങനെയുണ്ട്. ക്രിസ്ത്യൻ ട്രഡീഷൻ ഉണ്ട്, നമ്മൾ ഇങ്ങനെ ഈ ഇത് വെക്കണമെന്നുണ്ട്. പക്ഷെ അത് പ്രാർത്ഥിക്കുമ്പോ മാത്രമാണ് നമ്മൾ ഈ ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ ഇങ്ങനെ തലയിൽ കവർ ചെയ്യത്തില്ലേ. ഇവര് ഫുൾ ടൈം സ്കാർഫ് കവർ ചെയ്ത്, ഇസ്ലാം റിലീജിയനിലെ ആൾക്കാർ കവർ ചെയ്യുന്ന പോലെ ഫുൾ ടൈം സ്കാർഫ് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ഉണ്ടോ കുറെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയാ, ഈ കുതിരയും കഴുതയും അങ്ങനത്തെ വണ്ടികളൊക്കെ. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ മെയിൻ ട്രാൻസിറ്റിന് ഉപയോഗിക്കുന്ന. പണ്ടത്തെ ഏതോ ഒരു സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവം അല്ലേ. അതെ, കുതിര വണ്ടി എന്ന് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതുണ്ടോ സംഭവം. ഇത് ഏത് തണുപ്പാണെങ്കിലും എന്താണെങ്കിലും എനിക്കൊന്നും ഇതിന്റെ അകത്ത് ഹീറ്റഡ് ആയിരിക്കും. എല്ലാം ഉണ്ട് സംഭവം. ഇവർ ഇതിൽ തന്നെയാണ് ട്രാവൽ. ഇവർ ചെറിയ ട്രാൻസിറ്റിനൊക്കെ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് ഓൾറെഡി ഇതിന്റെ പാർക്കിംഗ് ആണ് കേട്ടോ. ഇതിനെ നിർത്താൻ വേണ്ടി മാത്രം. കാരണം അതൊക്കെ അതിന്റെ വേസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ പല സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ. ഇവിടെയും അങ്ങ് ദൂര ആ സൈഡിലൊക്കെ കാർ പാർക്കിംഗ് അപ്പുറമാണെങ്കിൽ കുതിരേന്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇവിടെയാ. ഇതുണ്ടോ മാറ്റിക്കോ, അവളെ അകത്തേക്ക് പോയി. നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ പിന്നെയും കുറച്ചൊക്കെ ഫ്രണ്ട്ലി ആണ്. അപ്പൊ നാട്ടിലെ ചെറി
യാ ഷുഗർ ആയിട്ട്. ചെറി പൈനാപ്പിൾ മിക്സ്. ഓക്കെ, ഇതേ കണ്ട ഈ ടൈപ്പ് ഡ്രസ്സിങ് ആണ് അവരിടുന്നത് മൊത്തം. ഇങ്ങനെ ലോഹമൊക്കെ പോലെ നമ്മളെ കന്യാസ്ത്രീകൾ ഇടൂലേ അല്ലേ, ജൂടെ കന്യാസ്ത്രീകൾ ഇടുന്ന ഡ്രസ്സിങ് ആണ് അവർ. പല കളറിലായിരിക്കും, വൈറ്റ് മാത്രമല്ല, ഞാൻ വൈറ്റ് ആണെന്നാ പറഞ്ഞത്, പക്ഷെ വൈറ്റ് മാത്രമല്ല പല കളറിലും അവർ ഇടും കേട്ടോ. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അത് ബൊഫേ ആണ്. അപ്പോൾ നമുക്ക് ഒരു പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫുഡും എന്തോരം വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുകയും ചെയ്യാം. ഇത് നമ്മളെ പയറല്ലേ? ഇത് നമ്മുടെ അച്ചിങ്ങ പയർ. ആമിഷിലെ ഏറ്റവും ഫേമസ് ഒരു റെസ്റ്റോറൻ്റ് ആണ് യോഡോസ് എന്ന് പറഞ്ഞ്. ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ആണ് ഏറ്റവും ഭയങ്കര ടേസ്റ്റിയാ, ഏറ്റവും ഫേമസ് ആ. എന്തെടുക്കണോന്ന് അറിയാനാ. ഇത് മാഷ്ഡ് പൊട്ടാറ്റോ. ഇത് മാഷ്ഡ് പൊട്ടാറ്റോ വേണോ? എടുക്കട്ടെ. ഇച്ചിരി അതോ? ഇത് അതിന്റെ ഗ്രേവിയാ, വൈറ്റ് ഗ്രേവി. ഇത് പൊട്ടാറ്റോ വേണോ? ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ ഒരു ഇച്ചിരി മതി. ഗ്രേവി വെക്കട്ടെ? ഗ്രേവി വേണം. പയറ് വേണം. നല്ലായിരിക്കൂലേ? എനിക്ക് ബേക്കൺ വേണ്ട, പയറ് മാത്രം മതി. അതിൽ ബേക്കൺ ഉണ്ടല്ലോ. ഒരു ഇച്ചിരി മതി, ഇച്ചിരി മതി. പിന്നെ പിന്നെന്താ? അത് വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അതെന്താ? ഇതെന്താ? ഇതൊക്കെ ഈ പറഞ്ഞ എനിക്ക് മീറ്റാന്ന് തോന്നുന്നു. എന്താന്നേ മനസ്സിലാവുന്നില്ല. അയ്യോ വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങക്ക് വേണേ എടുക്കുക. അപ്പൊ അത് എടുക്കാം. ഓക്കെ, അത് വേറെ എന്തൊക്കെയുണ്ട്. നമ്മുടെ ഗ്രീൻ ബീൻസ് അല്ലേ അത്? പിന്നെ മാക്ക് ആൻഡ് ചീസ് ആണോ? മാക്ക് ആൻഡ് ചീസ് ഓക്കെ, എടുക്കാം. ഒരു ഇച്ചിരി എടുക്കാം. ചീസ് അയ്യോ ഇങ്ങനെ റോൾ എടുത്തോ. റോൾ ചെയ്തിട്ടത് പണിയാണ്. പിന്നെ പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ട്, അത് ഒരെണ്ണം എടുത്ത് നോക്കാം. പിന്നെ ഇതെന്താ? ഇതാണ് ഇത് ചിക്കന്റെ ബ്രോത്തും ഇതൊക്കെ സംഭവം. ചിക്കൻ അല്ല, അത് ബീഫ്. എന്തോ ഏതാ? ഇത് ബീഫാണ്. പിന്നെ ഇത് ചിക്കന്റെ സ്കിൻ എന്തോ. അത് മറ്റേ പോർക്കിന്റെ അല്ലേ? പോർക്കിന്റെ സ്കിൻ അല്ലേ? പോർക്ക് സ്കിൻ ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് ബീഫിന്റെ എന്തോ ആണ്. അത് ബ്രോത്ത് ആയിരിക്കും. നമ്മളെ ഇവിടുത്തെ മെയിൻ സാധനം. നിനക്ക് ഏത് പീസാ വേണ്ടേ? എല്ലാ പീസും ഇഷ്ടമാണ്. ഇവിടെ ഒരു കുട്ടി ഐസ്ക്രീം ഒക്കെ ഉണ്ട്. നമുക്ക് തന്നെ എടുക്കാം. ഇതെല്ലാം അതിൽ അൺലിമിറ്റഡ് ആണ് കേട്ടോ. നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം. നമുക്ക് വയറുണ്ടെങ്കിൽ എന്തോരം കഴിക്കാം. ഇതെല്ലാം ടോപ്പിങ്സ് ഉണ്ട്. പിന്നെ കുറേ വേറെ എന്താ പറയുക, ഡെസേർട്ട്, കുക്കീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുഡിങ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. നമുക്ക് ഇത് മൊത്തം കഴിച്ചിട്ട് വന്ന ബില്ല് $35 കേട്ടോ. അതായത് അത്രയും സംഭവങ്ങൾ കഴിച്ചിട്ട്. അത് 2 പേർക്ക്, ഒരാൾക്കല്ല. നമുക്കിത് ഈ സാലഡ് ഒക്കെയും അതിൻ്റെ കൂടെ കഴിക്കാം. നമുക്ക് ഇനി സാലഡ് മാത്രം വേണ്ടവർക്കാണെങ്കിൽ എന്തോ ഐറ്റംസാണ് സാലഡ്. ഇവിടെയും അതിൻ്റെ ടൈപ്പ് കുറേ സോസും ഒരുപാട് ഐറ്റംസ്, പിക്കിൾസ്, അങ്ങനത്തെ ഈവൻ പുഡിങ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇത് കണ്ട, ഇതാണ് ഈ ആമിഷ് പീപ്പിൾ ഇടുന്ന ഡ്രസ്സ്. ഇത് കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സാണ് കേട്ടോ. ഇത് കണ്ട, ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് സ്കാർഫ് കണ്ടോ, തലയിൽ ഇങ്ങനത്തെ സ്കാർഫും കൊടുക്കും. പിള്ളേരും അങ്ങനെയാണ്. പക്ഷെ പിള്ളേരൊക്കെ വീട്ടിലായതുകൊണ്ടായിരിക്കും കാണാൻ പറ്റില്ല. കണ്ടോ, അതെ ഒരു ഫുൾ ഫാമിലി ഇങ്ങനെയാണ്. കണ്ടോ, ഇവിടെ മൊസ്റ്റാച്ചിനില്ല, മീശയില്ല. ഈ താടി കണ്ടോ, ഇങ്ങനെ താഴത്തേക്ക് ചുറ്റും തൊപ്പി വെച്ചിട്ടുണ്ടാവും, സ്കാർഫ് ഇട്ടിട്ടുണ്ടാവും, ഇതിന് കവർ ചെയ്ത് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ഇതെങ്ങനെയാണോ അതുപോലെ ഇതെപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. ഇതേ കറക്റ്റ് ചെയ്താൽ ഇതുപോലെ ഇതേ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് എനിക്കൊണ്ട് വലിയ ഡ്രസ്സും അവരുടെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഡ്രസ്സ് ഉണ്ടോ ഇവിടെ? അവരുടെ വലിയവരില്ല അല്ലേ? കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു പിള്ളേരെ മാത്രമേ കാണാറുള്ളൂ.
ഒക്കെ വന്ന പുള്ളിക്കാരനാണ് കേട്ടോ ജയിച്ചത്. ഇവരാണെങ്കിൽ ഇവരുടെ കമൻട്രി ഒന്നും അങ്ങനെ ഇല്ല. ഇതൊക്കെ ഇവിടെ എത്ര നേരം ഉണ്ടായിരുന്ന ആ വണ്ടി കൊണ്ടുപോകുന്നുണ്ടോ? സ്ക്രാപ്പിൽ കൊണ്ടിടാനുള്ള വണ്ടിയാ. നോക്കിയേ, തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന കണ്ടില്ലേ. ഇനി അതൊന്നിനും പറ്റില്ല, അത്രയും ഇടിച്ചിടിച്ച്. ഇത് വല്ലാത്തൊരു സൈക്കോ പരിപാടി തന്നെ, ഇടിച്ചിടിച്ചിടിച്ച്. ഇന്നലെ നിങ്ങൾ കാറ് ഇടിച്ചു പൊളിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്ന് മോർണിംഗ് ആയിട്ടുണ്ട്. ഇന്നലെ കിടന്നുറങ്ങി എണീച്ചു. ഇവിടെ എന്താ അറിയില്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ആണോ എന്നല്ല, ഭയങ്കര ലേസിയാണ്. എവിടെയും പോകാണ്ട് ഇവിടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുക. ഞാൻ തടിച്ചിട്ടുണ്ട് ശരിക്കും. എല്ലാവരും പക്ഷേ എൻ്റെ അടുത്ത് പറയാറുണ്ട്, നേരിട്ട് കാണുമ്പോൾ കുറച്ച് വെലിഞ്ഞും വീഡിയോയിൽ കൂടുതൽ തടിച്ചായിരിക്കാറ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഇന്ന് ജൂഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ല എന്താ പറയുക, കുഴക്കട്ട, ചെറുതും വലുതായിട്ടുള്ള കുഴക്കട്ടയാണ് ഇത്. ഇവിടെ ഷാംബ്രു എല്ലാം എൻ്റെ വീഡിയോ തന്നെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, എങ്ങനെയുണ്ട് ചൂടുണ്ടാക്കിയിട്ടുള്ള കുഴക്കട്ട? അടിപൊളിയല്ലേ? ഇത് കണ്ട, നൈസാണ്. ഇതോടെ ഉണ്ടാക്കി നല്ല കട്ടൻ കാപ്പിയും കുടിച്ച് എൻ്റെ വീഡിയോയും കണ്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് കുഴക്കട്ട ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയാ, തീർന്നോ? ഇത്രേ ഉള്ളൂ കേട്ടോ, ബാക്കി തീർന്നത്. ഇത് കുറച്ച് ബാക്കിയുണ്ട്, ഇത് മൊത്തം എടുത്ത് തിന്നാം. നാളെ എന്താണ് ഓശാന ഞായറാണല്ലേ? അപ്പൊ ഓശാന ഞായർ ആയതുകൊണ്ട് അതിന് മുന്നേ ഉണ്ടാക്കുന്ന ഒരു എന്താണ് കൊഴക്കട്ട പെരുന്നാളെന്നൊക്കെയാണ് പറയുന്നത്. അതും കൂടെ ഉണ്ട് കേട്ടോ റീസൺ. അപ്പോൾ ഇന്ന് കൊഴക്കട്ട ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ള അടിപൊളി കൊഴക്കട്ട. അപ്പൊ ഞാനിതാ ഈ കൊഴക്കട്ടൊക്കെ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.